ഒത്തിരി പേര് കർത്താവിനെ കണ്ടുമുട്ടിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ കർത്താവിനെ അറിഞ്ഞിട്ട് എത്ര വർഷമായി? എനിക്ക് തോന്നുന്നു ഒരു കുറഞ്ഞത് ഒരു 20 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അല്ലേ? സന്തോഷമുണ്ട്. ആമേൻ. 30, 40, 50 വർഷമൊക്കെ ആയിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ. ചില ആളുകൾ 60 വർഷം, ചില ആളുകൾ 70 വർഷം. അവരുടെയൊക്കെ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ജീവിതം എത്ര ഭയങ്കരമായിരിക്കും അല്ലേ? വീഴ്ചകളും കുറവശങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവരുടെ നല്ലൊരു ശതമാനം അവർ കർത്താവിന് വേണ്ടി ആയുസ്സും ആരോഗ്യവും മാറ്റിവെച്ചു. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ആമേനുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരായ ഒത്തിരി സ്നേഹിതന്മാർ കർത്താവിൻ്റെ വേലയിൽ ഇന്ത്യയിലെ പല ഭാഗത്ത് ശുശ്രൂഷിക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഇന്നും അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മുടെ എല്ലാ ലക്ഷ്യം എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വരവിങ്കൽ കയറിപ്പറ്റുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. സ്തോത്രം. ലഭിക്കുന്ന പണം അത് എന്താ പറയുക, 10-1 ദൈവത്തിന് കൊടുക്കുന്ന ഒരു സംവിധാനം വിട്ട് 50-50 ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 10 രൂപ കിട്ടിയാൽ 5 രൂപ എനിക്കും 5 രൂപ സുവിശേഷ വിലയ്ക്കും. എന്നാൽ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന മുഴുവൻ സുവിശേഷ വിലയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വരവിൽ കയറി പറ്റണം. അതാണ് ഉള്ളിലെ ആശ, ആഗ്രഹം. ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാനോ എന്തെങ്കിലും സംവിധാനം, ഞാൻ സംതിങ് ആണെന്ന് 10 പേരുടെ മുമ്പിൽ കാണിക്കാനോ, അതൊന്നും അവരുടെ ഒരു വിഷയമല്ല. സ്തോത്രം. എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വരവിൽ കയറി പറ്റണം. സ്തോത്രം. അതിനുവേണ്ടി മെനക്കെടുന്നവരാ. കാരണം ലക്ഷ്യം അവിടെയാണ്, നിത്യതയിലൊക്കെയുള്ള നോട്ടമാണ് എപ്പോഴും. അങ്ങനെയുള്ളവർ തനിയെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വായിൽ പാട്ട്, അവരുടെ പ്രാർത്ഥന അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു പ്രകൃതക്കാരാണ്. സ്തോത്രം. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് അല്ലേ? നിങ്ങളും അങ്ങനെയുള്ള വ്യക്തിയായിരിക്കാം. ഉള്ളിലെപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവും ആമേ സ്തോത്രം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഈ ലോകത്തിൽ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കപ്പെട്ട ജോലികൾ വിശ്വസ്തയോടെ ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോഴും പാട്ടും പ്രാർത്ഥനയും ആരാധനയും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അവർ പാട്ടിടും അല്ലെ, മൊബൈലിനകത്ത് പാട്ടിടും. എന്ന് പറഞ്ഞാൽ ആ പാട്ടിനകത്ത് ലയിച്ചിരിക്കുമ്പോൾ വേറൊരു ദുഷ്ടചിന്ത അവരുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. മനുഷ്യനാണ്, പെട്ടെന്നാണ് ഏകാന്തത അവനെ ചിന്തയിലേക്ക് കൊണ്ടുപോയി ചിന്ത അവനെ പാപത്തിലേക്ക് വഴിനയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ പാട്ടുകളിടും, പാട്ട് കേട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കും. ചില ആളുകൾ നല്ല പ്രസംഗം ഇടാം, പ്രസംഗം കേട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ക്ഷീണം അറിയുന്നില്ല, ഭജനവും കേൾക്കാം. അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ആളുകൾ പോകാറുണ്ട്. അവരുടെ എല്ലാം പ്രധാന ഉദ്ദേശം എങ്ങനെയെങ്കിലും നിത്യതയിൽ പ്രവേശിക്കണം. ആ നിത്യതയിലേക്കുള്ള എൻട്രൻസ് അവർക്ക് ഒരിക്കലും കൊട്ടിയടയ്ക്കപ്പെടരുത് എന്നുള്ള ചിന്തയിലാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദീർഘവർഷമായി ദൈവദാസനായിരുന്നൊരു മനുഷ്യൻ, വേറെ ആരുമല്ല, മോശയോട് ദൈവം പറഞ്ഞു, നീ കനാനിലേക്ക് കയറിയല്ല മോനെ എന്നൊരു വാർത്ത. ഞാൻ ആ ഭാഗം ഞെട്ടിയാ വായിച്ചത് കേട്ടോ, വായിച്ചത്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യം, 34 മുതൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ടതലമുറയുടെ പുരുഷന്മാർ ആരും കാണുകയില്ല. യെഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റുന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ച് കൽപ്പിച്ചത് നീയും അവിടെ ചെല്ലുകയില്ല. എന്താ അല്ലേ? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് പറയുകയാണ്, മോനെ നിനക്ക് നിത്യത കിട്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്വാസം ശരീരത്തിലുള്ളതിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സ്തോത്രം. നിന്റെ ശുശ്രൂഷക്കാരനായ കാലേബ്, അവൻ നീ ശുശ്രൂഷ ചെയ്യുന്ന കണ്ടു വളർന്നു വന്നവനാണ്. അവന്റെ ശുശ്രൂഷ ഇപ്പോഴുള്ള ജനത്തിന് നല്ല ബോധ്യമുണ്ട്. നാട്ടുകാരുടെ ഇടയിൽ അഭിപ്രായം നിന്റെ അത്രോളം വരികയല്ല കാലേബ്. മോശയെപ്പോലെ അത്ര പ്രഗത്ഭനല്ല കാലേബ് എന്ന ചിന്താഗതി ജനത്തിനിടയിൽ
ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചിന്താഗതി ആളുകളുടെ ഇടയിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. മോശയോട് പറയുക, നാട്ടുകാരെല്ലാം നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലും ഞാനൊരു കാര്യം നിന്നോട് പറയാൻ മോനെ, നീ അങ്ങോട്ട് പോവില്ല. ഓ, ഞാനും നിങ്ങളാണെ അന്ന് തന്നെ കൂട്ടുകെട്ടിയാണ് ദൈവത്തോട്. സ്തോത്രം അല്ലേ? പിന്നെ എന്തിനാ ഈ പൊക്കണവും പിടിച്ചോണ്ട് നടക്കുന്നത് നിങ്ങൾ ഇപ്പൊ പറയാൻ തുടങ്ങി കാണും. സ്തോത്രം. മോശ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ എത്രയോ പ്രാവശ്യം ദൈവശബ്ദത്തിന് കാതോർത്തവനാണ് മോശ. എത്രയോ പ്രാവശ്യം ജനത്തോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചവൻ. എത്രയോ സന്ദർഭങ്ങളിൽ തന്റെ കൈയാൽ ജനത്തിന് അത്ഭുതം കാണാൻ കഴിഞ്ഞ ഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ് മോശ. എല്ലാ സംവിധാനവും ഉള്ളവൻ. ഒരു വാക്ക് കൽപ്പിച്ചാൽ ശ്രേഷ്ഠ നിയമങ്ങൾക്കും കീഴടങ്ങണമെന്ന് ബൈബിളിലുണ്ടെങ്കിലും രാജാക്കന്മാർ പോലും വിറപ്പിക്കാൻ കഴിവുള്ള ആത്മശക്തിയുള്ള മനുഷ്യൻ. ദൈവം സർട്ടിഫിക്കറ്റ് ചെയ്ത ഏറ്റവും സൗമ്യനായ മനുഷ്യൻ. പക്ഷെ ശുശ്രൂഷയുടെ അവസാനമായപ്പോഴത്തേക്ക് ദൈവം പറയുക, പിന്നെ നീ അവിടെ പോവില്ല. ഓ, ഞാനത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ, ഞെട്ടിപ്പോയി. എത്താൻ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഇത്രയും പാട്ടും പാടി ഇത്രയും പ്രസംഗിച്ചിട്ട് വിശ്വാസത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ നിന്നിട്ട് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ട് ദീർഘദിവസങ്ങൾ പല പ്രാവശ്യമായി ഉപവസിച്ചിട്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ലാസ്റ്റ് എൻഡിൽ പറയുക, മോനെ നിന്നെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ലടാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഞാനൊക്കെയാണ് അന്നേരം ഉള്ള ബോധം കൂടെ പോകും. ഒന്നാമത് ഉള്ള ബോധം കൂടെ അന്നേരം പോകും. സ്തോത്രം അല്ലേ? മരിച്ചവനെ പോലെയായി എന്നൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവിടെ അത് ഒറിജിനലായിരിക്കും. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഓട്ടോ അധ്വാനമൊക്കെ കണ്ടിട്ടേ കർത്താവ് നിങ്ങളോട് രാവിലെ വന്ന് പറയുക, സുരേഷേ, മേരിക്കുട്ടി, നീ ഈ ഓട്ടോ എല്ലാം ഓടിയിട്ട് നിന്റെ നിത്യത നീ ഉറപ്പാക്കിയിട്ടുണ്ടോ? നീ നിത്യതയിലെത്തുവോ? എന്നൊരു ചോദ്യം രാവിലെ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മറുപടി? ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കരയിപ്പിക്കുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു വാക്ക് ചോദിക്കുക. പോവോ? പോവോ? നിത്യതയിലേക്ക് എൻട്രൻസ് കിട്ടുമോ? നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഇപ്പോൾ ഒത്തിരി ചിന്തകൾ ഓടിപ്പോയി. ഭാരപ്പെടണ്ട. ഇന്ന് രാവിലെ അതിനുവേണ്ടിയാണ് ഈ രാവിലത്തെ മെഡിറ്റേഷൻ. നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്താൻ പരിശുദ്ധാത്മാവ് ഈ രാവിലെ സമയം, ഈ തിരക്കെല്ലാം ഒഴിഞ്ഞ് ഈ രാവിലെ സമയം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ ഒരു വചനമിട്ട് തന്നതാ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം നിങ്ങൾക്ക് വേണ്ടി. പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗമുണ്ട്. കണ്ണു അടച്ചോ. എല്ലാം മറന്നിട്ട് എൻ്റെ കൂടെ ഇരിക്കണേ. ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ചോ. കർത്താവിനോട് പറയണം. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ പറയുന്ന പോലെ പറഞ്ഞു, കർത്താവായ യേശുവേ, ദീർഘവർഷങ്ങളായി ഞാൻ അങ്ങയെ സേവിക്കുന്നു. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു, എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പാടി, എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള പണം കഴിവിൻ്റെ പരമാവധി ഞാൻ ചെലവാക്കി സുവിശേഷത്തിന് വേണ്ടി. ഞാൻ ഒത്തിരി ആളുകളെ സഹായിച്ചു. ചർച്ചിൻ്റെ ബിൽഡിംഗ് കെട്ടാൻ, സാധാരണക്കാരെ സഹായിക്കാൻ എൻ്റെ മനസ്സ് തുറന്നു, എൻ്റെ പേഴ്സ് തുറന്നു.
കർത്താവെ, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി സഹായിക്കാൻ ഞാൻ ഉദാരമായി സഹായിച്ചു. അതിനെല്ലാം അങ്ങാണ് എനിക്ക് കൃപ നൽകിയത്. പക്ഷേ ഈ രാവിലെ സമയം മോശയ്ക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യമാണ് ഞാൻ കേട്ടത്. ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. എനിക്ക് നിത്യതയിൽ കടക്കണം കർത്താവേ. ആ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ഞാൻ ഹൃദയം തുറന്ന് മനഃപൂർവ്വമായി ക്ഷമ ചോദിക്കുക. അങ്ങനെ ക്ഷമിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിന് നൽകിയ സമാധാനത്തിന് നന്ദി കർത്താവേ. ഞാനിപ്പോൾ ഉറപ്പാക്കുന്നു എൻ്റെ നിത്യത. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വീണ്ടും എഴുതി ചേർത്തിട്ടുണ്ട്. ഒരു വാക്കോടെ ഞാൻ നിങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, കൃപ നിറയ്ക്കണമേ. എല്ലാ പോരുകളും ശാസിക്കുന്നവരുടെ സുവിശേഷകരുടെ ലക്ഷ്യം തെറ്റിക്കാതെ നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരുടെ ഉത്സാഹത്തെ അനുദിനം വർദ്ധിപ്പിച്ച് ആത്മാവിൽ ശക്തിയോടെ മുമ്പോട്ട് അവരെ സഹായിക്കണം. ഹൃദയം തുറന്ന് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നടന്ന യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മോശയുടെ ദൈവം പറഞ്ഞു, നീ ആ കനാനിൽ കിടക്കുകയില്ല. മോശ ദൈവം അടക്കം ചെയ്തു. വീണ്ടും മോശയെ ഏലിയാവും ഈ ഭൂമിയിലേക്ക് വരുമെന്ന് പരിശുദ്ധ ദൈവത്തിന്റെ വചനം തന്നെ നമ്മോട് സംസാരിക്കുന്നു. എൻ്റെ പ്രിയരെ, ഇത് നിങ്ങൾ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.